ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വട്ടയപ്പത്തിൻ്റെ ആണ്. കപ്പിന്ന് കാച്ചത് തന്നെ ഇൻസ്റ്റൻ്റായി ചെയ്തെടുക്കാവുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കപ്പിന്ന് കാച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഒരു കപ്പ് പച്ചരി എടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ എടുത്തേണത്. അത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് വെച്ചാൽ മിനിമം 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് അത് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമില്ലാതെ അരി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുന്നുണ്ട്. അതിലോട്ട് 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം, വെള്ളമില്ലാതെ തന്നെ. 3 ടേബിൾ സ്പൂൺ ചോറ് കൂടി ഇട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനോടൊപ്പം ഷുഗർ 1/2 കപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. വേറെ ബൗളിലോട്ട് 3/4 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഇളം ചൂടുവെള്ളം 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് ചൂടുള്ള വെള്ളം ആവശ്യമില്ല, ഇളം ചൂടുള്ള വെള്ളം മതി. അത് നല്ലപോലെ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ നല്ല ഈസ്റ്റ് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പഴകിയതൊക്കെയാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം തന്നെ ഈസ്റ്റ് ഫെർമെൻ്റ് ആയതിനു ശേഷം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നല്ല പുതിയ ഈസ്റ്റാണ് എടുത്തേണത്. അത് കാരണം കൈയോടെ ബാറ്റർ അതിലോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. അതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിച്ചതില്ലാന്ന് വെച്ചാൽ നമ്മൾ അരി അരയ്ക്കുമ്പോൾ അതിനോടൊപ്പം 2 ഏലക്കായ ഇട്ട് അരച്ചെടുത്താൽ മതി. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റീൽ പാത്രം എടുക്കുക. എപ്പോഴും സ്റ്റീൽ പാത്രമാണ് നല്ലത്. സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ബാറ്ററിൻ്റെ പകുതി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ എടുക്കുന്ന ആ പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ ബാറ്റർ ഉണ്ടാവാൻ പാടുള്ളൂ. ഞാനെടുത്ത ക്വാണ്ടിറ്റി വെച്ചിട്ട് 2 വട്ടയപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇതിന് സെൻറ്ററിലായിട്ട് ഒരു കാഷ്യൂനട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെന്ന് വെച്ചാൽ വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ സ്റ്റീമർ ചൂടാവാൻ വെച്ചിരുന്നു. അതിലോട്ട് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുത്ത് അടച്ചു വെച്ച് 15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ച് എടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റീമർ ഒന്ന് തുറന്നു നോക്കാം. വട്ടയപ്പം പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് പുറത്തോട്ട് എടുക്കാം. അതിനുശേഷം ചൂടാറിയ ശേഷം പ്ലേറ്റിലോട്ട് പകർത്താം. നമ്മുടെ ഇൻസ്റ്റൻറ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.